നമുക്കിനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 centimeters ആൻഡ് 2 ഓഫ് ദി ആംഗിൾസ് 32.5 degree ആൻഡ് 37.5 degree. ഒരു സർക്കിള്, ട്രയാങ്കിള്, അതിൻ്റെ സർക്കം സർക്കിൾ, ഇത് അതിൻ്റെ റേഡിയസ് 3 centimeter എന്ന് പറയുന്നുണ്ട്. 37.5 degree ഉള്ളതും 32.5 ഉള്ളതും വരയ്ക്കണം. അപ്പം മൂന്നാമത്തെ ആംഗിൾ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കിപ്പം ഒരു സർക്കിൾ വരച്ചിട്ട് എവിടെയെങ്കിലും 32 വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇവിടെ 37 വരച്ചു കഴിഞ്ഞാൽ അത് റെഡി ആവൂല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ കാണും. ഇത് റഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പോൾ സെൻറ്റർ ആംഗിൾ കാണും. ഇത് 32.5 ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? അതിൻ്റെ ഡബിള് 65. ഇത് 37.5 ആയതുകൊണ്ട് അതിൻ്റെ ഡബിള് 75. രണ്ട് ആംഗിൾ കിട്ടിയല്ലോ. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യം എല്ലാവരും ഇതേപോലെ റഫ് വരയ്ക്കുക. അതിനുശേഷം കോമ്പസിൽ 3 centimeter എടുത്ത് ഒരു സർക്കിൾ, കോമ്പസിൽ 3 centimeter എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് 75 degree ഇവിടെ 75 വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ ഇവിടെ വെച്ചുകൊണ്ട് ഒരു 65 വരയ്ക്കുക. അപ്പം ഇവിടെ ഒരു 75, ഇവിടെ ഒരു 65. അതിനുശേഷം നമുക്ക് 3 പോയിന്റ് കിട്ടി. ഈ 3 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ട്രയാങ്കിളാണ് ഈ പറഞ്ഞ അളവുകളുള്ളത്. 65 and half, 32.5 ഇവിടെ വരും. 75 half, 37.5 ഇവിടെ വരും. തേർഡ് ആംഗിൾ ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു ഫിഗർ. എന്നിട്ട് ഈ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായി. ഒരിക്കൽ കൂടെ ഇവിടെ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഫിഗർ വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പറയുന്ന മെഷർമെൻറ്റിൽ എളുപ്പത്തിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ റഫ് ഫിഗർ വരച്ചതിന് ശേഷം ഈ 37.5 ഡബിൾ 75 സെൻട്രൽ ആംഗിളാക്കി, 32.5 ഡബിൾ 65 സെൻട്രൽ ആംഗിളാക്കി. അതിനുശേഷം ഇവിടെ ഒരു 75 വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു 65 ഡിഗ്രി വരച്ചു. അപ്പോൾ ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ ജോയിൻ, അപ്പം ഈ 3 പോയിന്റ് സർക്കിളിൽ 3 പോയിന്റ് കിട്ടും. അതിന് നമ്മൾ എ എന്നും ബി എന്നും സി എന്നും കൊടുക്കും. അപ്പം എ ബി ജോയിൻ ചെയ്തു, ബി സി ജോയിൻ ചെയ്തു, സി എ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളാണ് ഈ പറഞ്ഞ മെഷർമെൻറ്റുകളിലുള്ള ട്രയാങ്കിൾ. ഇത് 75 ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ 37.5 ഡിഗ്രി, ഇവിടെ 32.5. ഇതാണ് ആ ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ള ഫിഗർ. ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ ആക്യുറേറ്റ് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, എങ്കിലും ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 7th question. In the picture, AB and CD are
mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. അപ്പം ചിത്രത്തിൽ എ ബിയും സി ഡിയും ലംബങ്ങളായ രണ്ട് ഞാണുകളാണ്. ചാപം എ പി സിയും ചാപം ബി ക്യു ഡിയും ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ അവ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു അർത്ഥവൃത്തം കിട്ടും എന്നാണ് തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിനുശേഷം ആ ഫിഗർ, ക്വസ്റ്റ്യനുള്ള ഫിഗർ വരയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യനുള്ള ഫിഗർ എ ബി സി ഡി എന്ന രണ്ട് കോഡുകൾ പെർപെൻഡിക്കുലർ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി, അവിടെ നമുക്ക് ആ പോയിന്റിന് എം എന്ന് കൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എ പി സി എന്ന് പറയുന്ന ഞാണല്ല ചാപം, എ പി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെന്റർ ആംഗിൾ എ ഒ സി പറയുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു. എ ഒ സി സെന്റർ ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഡോട്ട് ലൈൻ കൊടുത്തു വരും. അപ്പം എ ഒ സി എന്തായിരിക്കും, ഞാൻ എക്സ് ഡിഗ്രി എന്ന് എടുത്തു. അപ്പം ചാപം ബി ക്യു ഡി അതിന്റെ കേന്ദ്രകോൺ ഞാൻ വരച്ചു, അതിന് വൈ എന്ന് കൊടുത്തു. അപ്പൊ ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് വൈ ഡിഗ്രി എന്നും എടുത്തു. ഇനി ശ്രദ്ധിക്കുക, എ ഒ സി എക്സ് ഡിഗ്രി. അപ്പൊ എ ഒ സി സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അതിൽ നിന്നും എവിടെയെങ്കിലും ആൾട്ടർനേറ്റ് ആർക്ക് ഇതാ ഞാൻ എയും ഡിയും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. എയും ഡിയും കൂടെ യോജിപ്പിക്കാം. ഇനി എ ഒ സിയുടെ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, എ ഡി സി ആയിട്ട് എടുക്കാം. അപ്പം ആംഗിൾ എ ഡി സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ എ ഒ സി. എന്താ റീസൺ? ആംഗിൾ ഇൻ ആൾട്ടർനേറ്റ് ആർ. അപ്പം ആംഗിൾ എ ഡി സി ഈക്വൽ ടു ഹാഫ് എക്സ് is equal to x by 2 ഡിഗ്രി. അതേപോലെ ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് ബി ഒ ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ ഹാഫ് ആണ്. ഹാഫ് ആംഗിൾ ബി ഒ ഡി. അതും റീസൺ എന്ത് തന്നെയാണ്, ഇത് ആംഗിളിൻ ആൾട്ടർനേറ്റ് ആർക്ക് തന്നെയാണ്, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. അപ്പൊ ഈക്വൽ ടു വൈ ബൈ 2. അപ്പം ആംഗിൾ ബി എ ഡി വൈ ബൈ 2 ആയി. ആംഗിൾ എ ഡി സി എന്തുമായി, എക്സ് ബൈ 2 ഡിഗ്രിയുമായി. ഇതും ശ്രദ്ധിക്കും. അപ്പം അടുത്തത് ഇൻ ട്രയാങ്കിൾ എ എം ഡി നോക്കുക എല്ലാരും. എ എം ഡി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അപ്പോഴേ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 പ്ലസ് 90 is equal to
180 ഡിഗ്രി. x/2 പ്ലസ് y/2 പ്ലസ് 90 ഈക്വൽ ടു 180. അപ്പം x പ്ലസ് y/2 ഈസ് ഈക്വൽ ടു 180 മൈനസ് 90. അപ്പം x/2 y/2 ഡിനോമിനേറ്റർ കോമൺ, അതുകൊണ്ട് x പ്ലസ് y/2 ഈക്വൽ ടു ഈ 90യെ അപ്പുറത്ത് കൊടുത്തു. അപ്പം 180 മൈനസ് 90 ആയി. അപ്പം x പ്ലസ് y/2 എന്ന് പറയുന്നത് 90 എന്നായി. x പ്ലസ് y എന്ന് പറയുന്നത് 90 ഇൻറ്റു 2 x പ്ലസ് y 180 ഡിഗ്രി എന്നായി. x പ്ലസ് y 180 ആയി. ഒരിക്കൽ കൂടെ ആംഗിൾ AOC എക്സ്, അതുകൊണ്ട് ആംഗിൾ BOD വൈയും എന്ന് വരും. എക്സ് എന്നും വൈ എന്നും വരും. ആംഗിൾ ADC AOC എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ്. അതുകൊണ്ട് ഇത് എക്സ് ആയതുകൊണ്ട് ഇത് x/2. ആംഗിൾ BOD എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ് BAD. അതുകൊണ്ട് BODയുടെ ഹാഫ് ആണ് BAD. അപ്പൊ BOD y ആയതുകൊണ്ട് BAD എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് y/2. ഇനി ഈ ഇതിനകത്തുള്ള ഈ കൊച്ചു ട്രയാങ്കിൾ AMD ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ 90 ഡിഗ്രി. അപ്പം ടോട്ടല് x/2 പ്ലസ് y/2 പ്ലസ് 90 ആംഗിൾ സം പ്രോപ്പർട്ടി 180 ഡിഗ്രി. എക്സിനും വൈയുടെയും ഡിനോമിനേറ്റർ 2, അതുകൊണ്ട് കോമൺ ആയതുകൊണ്ട് x പ്ലസ് y/2 ഈക്വൽ ടു 90 അപ്പുറത്ത് പോയി 180 മൈനസ് 90 തന്നെ. അപ്പൊ x പ്ലസ് y/2 ഈസ് ഈക്വൽ ടു 90. /2 അപ്പുറത്ത് പോയി. അപ്പൊ x പ്ലസ് y എന്ന് പറയുന്നത് 90 ഇൻറ്റു 2 x പ്ലസ് y 180 എന്ന്. എല്ലാവരും ഇത്രയും മനസ്സിലായി കാണും. ഇത് നിങ്ങൾ ഇതേപോലെ എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ ബാക്കി പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ആംഗിൾ therefore ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു x പ്ലസ് y. ഈക്വൽ ടു 180. നമ്മളിപ്പോ x പ്ലസ് y 180 എന്ന് പ്രൂവ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു AOD പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു x പ്ലസ് y. ഇത് x, ഇത് y. 180 എന്ന് പറയുന്ന ആംഗിള് സെമി സർക്കിളിന്റെ ആംഗിളാണ്. സോ ആർക്ക് APC പ്ലസ് ആർക്ക് BQD is a semi. അപ്പം ഈ രണ്ട് സെൻട്രൽ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പം 180. അപ്പം രണ്ട് ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആയാൽ ഈ രണ്ട് ആർക്കും കൂടെ ചേരുമ്പോൾ എന്തായി? സെമി സർക്കിളായി. സെമി സർക്കിളിന്റെ ആംഗിൾ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആർക്ക് APC പ്ലസ് ആർക്ക് BOD ഈസ് എ സെമി സർക്കിൾ. സെൻട്രൽ ആംഗിളുകൾ, രണ്ട് സെൻട്രൽ ആംഗിളുകൾ 180 ആയി. അപ്പം ഏകദേശം ഇങ്ങനെ. അപ്പം ഇത് x, ഇത് y, ഇത് കൂട്ടിച്ചേർത്താൽ അപ്പം x പ്ലസ് y 180 ആയതുകൊണ്ട് ഇതെന്താവും? സെമി സർക്കിളാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയിരുന്നാൽ മതി x പ്ലസ് y. അപ്പം ഈ ആംഗിൾ x, ഈ ആംഗിൾ y. ഇത് x ആയതുകൊണ്ട് ഇത് x/2, ഇത് y ആയതുകൊണ്ട് ഇത് y/2. അപ്പം ഈ ട്രയാംഗിളില് x/2 പ്ലസ് y/2 പ്ലസ് 90 180.
അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 90 എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അപ്പം 180 എന്ന് കിട്ടി. ഇനി ഈ ആർക്ക് ആംഗിൾ എയോ സിയും ആംഗിൾ ബി ഒ ഡിയും കൂടെ ആഡ് ചെയ്യണം. അപ്പം എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അതുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് വൈ എത്രയെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് 180. അപ്പം ആംഗിൾ എയോ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പം എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആയാലും എന്തായി, സെമി സർക്കിളായി. അതുകൊണ്ട് ആംഗിൾ എ പി സിയും ആർക്ക് ബി ക്യു സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, ഒരു സെമി സർക്കിളാകും. അതാണ് ഈ രണ്ട് ആർക്കും കൂടെ ജോയിൻ ചെയ്താൽ, എ പി സിയും ബി ക്യു ഡിയും ജോയിൻ ചെയ്താൽ, എ പി സിയും ബി ഒ ഡി അല്ല ബി ക്യു ഡി കൂടെ ജോയിൻ ചെയ്താൽ സെമി സർക്കിൾ ആവുമോ എന്നാണ് ചോദ്യം. സെമി സർക്കിൾ ആവും എന്ന് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോഡ് ആംഗിൾ ആർക്ക് ഞാണ് കോണുകൾ ചാപം എന്ന ഈ ഭാഗത്തിൽ ഇനി ഒരു ചോദ്യത്തും കൂടെ ഉണ്ട്. ഒരു 8ാമത്തെ ചോദ്യം പേജ് നമ്പർ 55-ലാണ്, 55ാമത്തെ പേജിലാണ്. അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യനായിട്ട് ഞാൻ തരികയാണ്. 8ാമത്തെ ചോദ്യം എല്ലാവരും ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്. എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു 2 ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ഈ പാഠം തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കുറച്ചും കൂടെ ഇതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ടെസ്റ്റുകൾ നല്ലതുപോലെ റെഫർ ചെയ്യുക, നല്ലതുപോലെ വായിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്ന പോർഷനാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ ദയവേത് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മുന്നേ കൂട്ടി ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.